ഈ വീഡിയോ ഒരു എഡ്യൂക്കേഷണൽ പർപ്പസിനും എൻ്റർടൈൻമെൻറ്റ് പർപ്പസിനും വേണ്ടിയിട്ട് എടുക്കുന്ന വീഡിയോ ആണ്. ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ടു മൈൻഡ് എംഎസിൽ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ എപ്പിസോഡ് 2 ആണ്, ജിം ടോക്കിൻ്റെ എപ്പിസോഡ് 2 ആണ് ഇന്ന് നമുക്ക് 2-3 ടോപ്പിക് ഉണ്ട്. ഞാൻ സമയത്തിനനുസരിച്ച് പറയുള്ളൂ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ടോപ്പിക്ക് വരുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് മസിൽ ഗെയിൻ ചെയ്യാത്തത്. മിക്കവരും ചോദിക്കുന്ന കാര്യമാണ്. ഞാൻ ഇത്ര നാളായിട്ട് വർക്കൗട്ട് ചെയ്യുന്നുണ്ട്, എനിക്കൊരു മസിലിലൊരു വ്യത്യാസം വരുന്നില്ല, എൻ്റെ ബോഡി മസിൽസ് ഷേപ്പ് ആവുന്നില്ല, എൻ്റെ ബോഡിയിൽ എഫക്റ്റ് ആവാത്ത പോലെ ഉണ്ട്, എന്തുകൊണ്ടായിരിക്കും എന്ന് ചോദിക്കാറുണ്ട്. നമുക്ക് മസിൽ ബിൽഡിങ് അല്ലെങ്കിൽ മസിൽ ഗെയിനിങ് എന്ന് പറയുന്നത് കലോറി സർപ്ലസ് ആണ്. എന്താണ് കലോറി സർപ്ലസ്? കലോറി സർപ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡെയിലി വേണ്ട കലോറിയെക്കാട്ട് കൂടുതൽ ഭക്ഷണം കഴിക്കണം. ഇപ്പോൾ എക്സാമ്പിൾ, എനിക്ക് എൻ്റെ BMI റേറ്റ് 2000 ആണെങ്കിൽ എനിക്ക് അതിൽ നിന്ന് ഞാൻ കുറച്ച് 300 കലോറി എക്സ്ട്രാ എടുക്കും. അപ്പോൾ 2300 കലോറി എൻ്റെ ഗെയിനിങ് ആയി. ഓവറായിട്ട് എടുക്കാറില്ല, ചില സമയത്ത് ഓവറായിട്ട് എടുക്കും. ഇപ്പോൾ ബൾക്കിങ് സമയത്തൊക്കെ ആണെങ്കിൽ ഞാൻ ഒരു 500 കലോറി വരെ പോയിട്ടുണ്ട് മാക്സിമം. ചില സമയത്ത് നോക്കാറില്ല, ചില സമയത്ത് നോക്കും. പക്ഷേ എനിക്ക് ഡെയിലി വേണ്ട കലോറിയോട്ട് കൂടുതൽ ഞാൻ എത്തിക്കാറുണ്ട് ബൾക്കിങ് സമയത്ത്. അപ്പോൾ അത് കലോറി സർപ്ലസ് ആണ്. എന്താണ് കലോറി ഡെഫിസിറ്റ് എന്ന് പറയുന്നത്? നമുക്ക് ഡെയിലി വേണ്ട കലോറി എക്സാമ്പിൾക്ക് 2000 ആണെങ്കിൽ അതിൽ നിന്ന് 300 കലോറി കുറയ്ക്കും. ഓക്കെ, സ്ലൈറ്റ്ലി കലോറി കുറയ്ക്കണത് കലോറി ഡെഫിസിറ്റ്, സ്ലൈറ്റ്ലി കലോറി കൂട്ടുന്നത് കലോറി സർപ്ലസ്. അപ്പോൾ ഈ ബൾക്കിങ് സമയത്ത് കലോറി സർപ്ലസും മെയിൻ്റനൻസ് ഫേസിൽ മെയിൻറ്റെയിൻ കലോറിയും എന്താ വെച്ചാൽ എനിക്കുള്ള 2000 പറഞ്ഞത്. കലോറി ഡെഫിസിറ്റിൽ എനിക്ക് വേണ്ട കലോറിയായിട്ട് കുറവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 1700 കലോറി ഭക്ഷണമാണ് ഞാൻ കഴിക്കുന്നത്. ഓക്കെ, എക്സാമ്പിളാണ് കേട്ടോ, എൻ്റെ ഡെയിലി കറക്റ്റ് അക്യുറേറ്റ് അല്ല ഞാൻ പറഞ്ഞത്. ഇങ്ങനെയാണ് ഏകദേശം ഐഡിയ വരുന്നത്. എങ്ങനെയാണ് കലോറി നോക്കാമെന്നൊക്കെ ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് കാരണങ്ങളാണ് പറയാൻ പോകുന്നത്. ഒന്നാമത്തെ കാര്യം പറയാനുള്ളത്, നമുക്ക് ആവശ്യത്തിന് പ്രോട്ടീൻ എത്തുന്നുണ്ടായിരിക്കില്ല. നമുക്ക് ഡെയിലി വേണ്ട പ്രോട്ടീൻ നമ്മുടെ ബോഡി വെയ്റ്റ് സെയിം ഗ്രാമും നോക്കാറുണ്ട്. ബോഡി ബിൽഡിംഗ് ഫീൽഡിലേക്ക് വരുമ്പോൾ 2.2, 2.5 വരെയൊക്കെ മാക്സിമം എത്തിക്കാറുണ്ട്. അത് നമ്മുടെ എന്താ പറയുക, നമ്മുടെ ബോഡി ബിൽഡിംഗ് രീതി അനുസരിച്ചിട്ട് നമുക്ക് പറയാം. എൻഹാൻസർ ആകുമ്പോൾ അതിന് വ്യത്യാസമുണ്ട്, നാച്ചുറൽ ആകുമ്പോൾ അതിന് വ്യത്യാസമുണ്ട്. അപ്പോൾ എക്സാമ്പിൾ, ഇപ്പോൾ നോർമലി ഞാൻ കൊടുക്കാറുള്ളത് നാച്ചുറൽ ആണെങ്കിലും ബോഡി ബിൽഡിംഗ് ആണെങ്കിലും നോർമലി ഞാനൊരു ഏകദേശം ഒരു ഇത് പറയുകയാണെങ്കിൽ 2.2 to 2.2 ആണ് ഞാൻ കൊടുക്കാറുള്ളത്. ബോഡി വെയ്റ്റ് ഉണ്ട് 2 to 2.2 ആ രീതിയിൽ കൊടുക്കാറുണ്ട് പ്രോട്ടീൻ ഇൻടേക്ക്. നമുക്ക് അത്ര എത്തുന്നുണ്ടോ എന്ന് നോക്കുക. ഇപ്പോൾ എക്സാമ്പിൾ, എനിക്കിപ്പോൾ ഉള്ള കറണ്ട് വെയ്റ്റ് എൻ്റെ 64.8 സംതിങ് ആണ്. 64 കൂട്ടാം, 64 into 2.2 അല്ലെങ്കിൽ 2 കൂട്ടും. അപ്പോൾ ഡബിൾ ചെയ്യുമ്പോൾ 120 മേലെയാണ് നമ്മുടെ ഏകദേശം എനിക്ക് വേണ്ട പ്രോട്ടീൻ വേണ്ടത്. ഓക്കെ, അപ്പോൾ അങ്ങനെ നോക്കാം. ഇനി ആവശ്യത്തിന് ന്യൂട്രീഷൻസ് എത്തുന്നില്ല, മാക്രോ ന്യൂട്രീഷൻ എത്തുന്നില്ല, അതിൽ പ്രോട്ടീൻ എന്തായാലും പെടുത്തുന്നുണ്ട്. കാർബും ആവശ്യത്തിന് എത്തുന്നില്ലെങ്കിലും നമുക്ക് ഈ പ്രശ്നങ്ങൾ വരാം. നമ്മളിപ്പോൾ ലോ കാർബും ഹൈ പ്രോട്ടീൻ ഡയറ്റ് എടുക്കുകയാണെങ്കിൽ, ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് ഹൈ കാർബ് ഡേയുടെ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, നോക്കി നോക്കുക. അപ്പോൾ നമ്മൾക്ക് ആവശ്യത്തിന് കാർബ് എത്തിയിട്ടില്ലെങ്കിൽ നമ്മളെ പ്രോട്ടീൻ സോഴ്സിൽ നിന്ന് വലിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് എഫക്റ്റ് ആവാൻ സാധ്യതയില്ല. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിന് കാർബ് എത്തിയില്ലെങ്കിലും ഫ്യൂൽ ഇല്ലെങ്കിലും നമുക്ക് ഗെയിനിങ്ങിനെ അത് ബാധിക്കാം. പിന്നെ എന്നിട്ടുള്ളത് ടോട്ടൽ കലോറി പറഞ്ഞല്ലോ നമ്മൾ. പിന്നെ ആവശ്യത്തിന് ഉറക്കം കിട്ടുന്നില്ല. നമുക്ക് ഒരു ദിവസം ഒരാൾക്ക് 8 മണിക്കൂറെങ്കിലും ഉറങ്ങണം എന്നാണ് 6 to 8 hours ആണ് പറയുന്നത്. നമ്മുടെ സാഹചര്യം അനുസരിച്ച് അത് മാറാം. ഇപ്പോൾ എൻ്റെ പ്രശ്നം വരുന്നത്, എനിക്കൊരു മോനുണ്ട്, 1.5 വയസ്സായൊരു മോനുണ്ട്. അപ്പോൾ മോൻ ഇടയ്ക്കിടയ്ക്ക് എണീക്കുമ്പോഴൊക്കെ നമുക്ക് ഉറക്കത്തിൻ്റെ പ്രശ്നം വരുന്നുണ്ട്. പിന്നെ പെറ്റ്സ് യൂസ് ചെയ്യണതിൻ്റെ എൻ്റെ സൈഡ് എഫക്റ്റായിട്ട് എനിക്ക് ഉറക്കം ഭയങ്കരമായിട്ട് പ്രശ്നമാവുന്നുണ്ട്, മൂഡ് സ്വിങ് വരുന്നുണ്ട് എനിക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കൊരു 4 hours ഒക്കെയാണ് 4-5 hours ഒക്കെയാണ് എനിക്ക് ഉറക്കം കിട്ടുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഡീപ്പ് സ്ലീപ്പ് എനിക്ക് വരുന്ന ഒരു 2.5-2.5 മണിക്കൂറൊക്കെ ഏകദേശം ഡീപ്പ് സ്ലീപ്പ് എനിക്ക് കിട്ടുന്നുണ്ട്. ഈ പെറ്റ്സ് ഉള്ളതുകൊണ്ടാണ് റിക്കവറായി പോകുന്നത്. ഉറക്കം വളരെ പ്രശ്നമാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് പെറ്റ്സ് യൂസ് ചെയ്യുന്നുണ്ടായിരിക്കാം എനിക്ക് അത്ര വലിയ ബോഡിയിൽ എഫക്റ്റ് തോന്നുന്നില്ല, വലിയ പ്രശ്നങ്ങളായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ നാച്ചുറലാകുമ്പോൾ എന്തായാലും നിങ്ങൾ 8 മണിക്കൂർ റിക്കവറി കൊടുക്കണം, അത് അനിവാര്യ. പിന്നെ ട്രെയിനിങ് വോളിയം. ഓക്കെ, മിക്കവർക്കും ട്രെയിനിങ് വോളിയത്തിനെ കുറിച്ചിട്ട് ഒരു പിടിയില്ല. എന്താണ് ട്രെയിനിങ് വോളിയം? നമുക്ക് നമ്മുടെ ഓരോ മസിൽസിനെ ഇത്ര സെറ്റ് ഇൻറ്റു റെപ്സ് വെച്ചിട്ട് കൗണ്ട് ഉണ്ട് ഒരാഴ്ചയിൽ. അതാരും ചെയ്യണത് എൻ്റെ അറിവിൽ ഞാൻ കണ്ടിട്ടില്ല. ഇവിടെ വരുന്ന കുട്ടികളാണെങ്കിൽ അതിനെക്കുറിച്ച് വേറെ ജിമ്മിൽ പോയിട്ട് വരുന്ന കുട്ടികളൊക്കെ ഉണ്ട് നമ്മുടെ ജിമ്മിൽ. ഈ ടോട്ടൽ വോളിയം നോക്കാറില്ല, ആരും കൗണ്ട് ചെയ്യാറില്ല, ആരും എഴുതി വയ്ക്കാറില്ല, ആരും നോട്ട് ചെയ്യാറില്ല, ഒന്നും ചെയ്യാറില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിവിടെ ഒരു പ്ലാൻ വെച്ചിട്ട് അതിനൊരു റെപ്സ് വെച്ചിട്ടുണ്ട്.
ഇതിൽ മിക്കവരും നമ്മുടെ ജിമ്മിൽ എടുക്കുന്ന കുട്ടികളും നമ്മളോട് ചോദിക്കണം എത്ര വെയിറ്റ് എടുക്കണം എന്നുള്ളത്. അവരവരുടെ ഒന്നും ട്രാക്ക് ചെയ്യുന്നതായിട്ട് എൻ്റെ അറിവിലില്ല. ട്രാക്ക് ചെയ്താലാണ് നമുക്ക് അറിയുള്ളൂ. ഇപ്പോൾ വണ്ടർ മാക്സ് നിങ്ങൾക്കറിയാലോ വണ്ടർ മാക്സ് എന്താണെന്നുള്ളത്. അപ്പോൾ വണ്ടർ മാക്സിൻ്റെ എന്താ പറയുക 70 to 80% റേഞ്ചിൽ ഇത്ര റെപ്പിറ്റേഷൻ അടിക്കുകയാണെങ്കിൽ നമുക്ക് എന്താ പറയുക മസിൽ ബിൽഡിന് സാധ്യത ഉണ്ടെന്നൊക്കെ പറയുന്ന സംഭവമൊക്കെ ഉണ്ട്, ഹൈപ്പർട്രോഫി എന്നൊക്കെ പറയാൻ. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് മേജർ മസിലിനെ നമുക്ക് 60 to 120 റെപ്സ വേണ്ടോ? നമ്മൾ എടുക്കുന്ന വെയിറ്റ് കറക്റ്റ് നോക്കണം. നിങ്ങൾ ചെറിയ വെയിറ്റ് എടുക്കണമെന്നും ഞാൻ കൗണ്ട് ചെയ്യാറില്ല. ഞാൻ എടുക്കുന്ന മാക്സിമം എനിക്ക് വേണ്ട മാക്സിമം എനിക്കൊരു ഇപ്പോൾ ഡംബൽ കേളാണെങ്കിൽ എനിക്ക് 15 ഞാൻ ഈ മുക്കി വലിച്ച് വാരി അടിക്കണേക്കാട്ടും ബെറ്ററായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് 12.5 ആണ്. എനിക്ക് ഡംബൽ കേൾ അടിപൊളിയായിട്ട് തോന്നിയിട്ടുള്ളത്. എനിക്ക് ആ ഒരു ഫീല്, ആ ഇറക്കണ സമയത്തുള്ള പമ്പിങ്, ആ വലിച്ചൽ, ആ ഒരു ഇൻസെൻട്രിക് മൂവ്മെൻറ്റ്, ആ ഒരു മൈൻഡ് മസിൽ കണക്ഷനൊക്കെ എനിക്ക് കറക്റ്റ് ഫോമായിട്ട് അടിക്കാൻ പറ്റുന്നത് 12.5ലാണ്. മറിച്ച് ഞാൻ 15 എടുക്കുമ്പോഴേക്കും എനിക്ക് ഒരു 2 എണ്ണമൊക്കെ പോവുള്ളൂ, പക്ഷേ എനിക്കത് സ്ട്രെങ്ത്തിലേക്ക് ഉൾപ്പെടുത്തേണ്ടി വരും. അപ്പോൾ ഞാനിവിടെ സ്ട്രെങ്ത് അല്ല നോക്കുന്നത്, മസിൽ ബിൽഡിംഗ് ആണ് നോക്കുന്നത്. അപ്പോൾ റെപ്പ് റേഞ്ച് നല്ല ക്വാളിറ്റി റെപ്പ് റേഞ്ച് എനിക്ക് കൊടുക്കണമെങ്കിൽ എനിക്ക് എടുക്കാൻ പറ്റുന്ന വെയിറ്റ് എടുത്തിട്ടാണ് ചെയ്യാൻ. ഏറ്റവും കുറവല്ല ഏറ്റവും കൂടുതലുള്ള നമ്മുടെ ഒരു സ്വീറ്റ് സ്പോട്ട് എന്ന് പറയാനാണ്, അതെടുത്തിട്ട് വേണം ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ഈ ടോട്ടൽ വോളിയം എന്ന് പറയുന്നത് ഇവിടെ എഴുതി വെച്ചേക്കുക. ടോട്ടൽ വോളിയം എന്ന് പറയുന്നത് സെറ്റ് ഇൻറ്റു റെപ്സ് ആണ്. ഇതെൻ്റെ പഴയ ബുക്കാട്ടോ, കൊല്ലങ്ങൾ പഴക്കമുണ്ട്, ഫുള്ളായി. ഇതിലെൻ്റെ നോട്ട്സ് കാര്യങ്ങൾ, ഇത് പോഡ്കാസ്റ്റ് കാര്യങ്ങളും എന്തൊക്കെയാണ് വലിയ വലിയ മഹാന്മാർ ഭീകരന്മാർ ഒക്കെ പറയണതൊക്കെ ഞാൻ നോട്ട് ചെയ്ത് വയ്ക്കും, കമ്പൈൻ ചെയ്യും. ഏതാണ് നമുക്ക് ശരിയെന്ന് തോന്നുന്ന കോമൺ സെൻസ് രീതിയിൽ തോന്നിയതൊക്കെ ഞാനിതിൽ എഴുതി വയ്ക്കും. അതൊക്കെയാണ് ഈ ബുക്കിലുള്ളത്. വേറൊരു ബുക്കുണ്ട് പെറ്റ്സിൻ്റെ ആണ്, അത് കംപ്ലീറ്റ് ആയിട്ടില്ല. അത് ഞാൻ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നെ തന്നെ. ഓക്കെ, അപ്പോൾ മേജർ മസിൽ ഗ്രൂപ്പിനെ 60 to 12 റെപ്പിറ്റേഷനാണ് കൊടുക്കുന്നത് വീക്കിലി. ഓക്കെ, മേജർ മസിൽ ഏതൊക്കെയാണ്? ചെസ്റ്റ്, ബാക്ക്, ലെഗ്, ഷോൾഡേഴ്സ്. മേജർ മസിൽ ഗ്രൂപ്പിനെ 60 to 120 റെപ്സാണ് വീക്കിലി വേണ്ടത്. എടുക്കുന്ന റെപ്പ് റേഞ്ച് നിങ്ങൾ നോക്കണം കേട്ടോ. ഞാൻ പറഞ്ഞ വണ്ടർ മാക്സിൻ്റെ 60 to 80% റേഞ്ചിലൊക്കെ നോക്കിയിട്ട് വേണം അത് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലാണ്ട് ചെറിയ വെയിറ്റ് എടുത്തിട്ട് നിങ്ങൾക്ക് അത് എണ്ണം കൂട്ടിയിട്ട് അതെനിക്കൊന്നും തോന്നിയില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അത് ശ്രദ്ധിച്ചോളൂ. ഓക്കെ, മേജർ മസിൽ ഗ്രൂപ്പ്സ് വരുന്നത് ഷോൾഡർ, ചെസ്റ്റ്, ബാക്ക്, അപ്പർ ലെഗ്സ് ആണ് വരുന്നത്. ഇനി മൈനർ മസിൽ ഗ്രൂപ്പ്സ് എന്തൊക്കെയാണ്? മൈനർ മസിൽ ഗ്രൂപ്പ്സ്, അതിനെ മൈനർ മസിൽ ഗ്രൂപ്പിന് എത്ര റെപ്പിറ്റേഷൻ റേഞ്ചാണ് വേണ്ടത്? 30 to 60 റെപ്സാണ് വേണ്ടത് മൈനർ മസിൽ ഗ്രൂപ്പിന്. മൈനർ മസിൽ ഗ്രൂപ്പിൽ വരുന്നത് ബൈസെപ്സ്, ട്രൈസെപ്സ്, ലോവർ ലെഗ്, കാഫാണ് ഉദ്ദേശിച്ചത്, ആപ്സ്, നെക്ക്. ഓക്കെ, ഇതൊക്കെയാണ് മൈനർ മസിൽ ഗ്രൂപ്പ് വരുന്നത്. അപ്പോൾ നമ്മുടെ ഹയർ ദി ഇൻറ്റൻസിറ്റി ലോവർ ദ വോളിയം, അതെന്ന് പറയുന്നത് നമ്മുടെ ഇൻറ്റൻസിറ്റി എത്ര കൂടുന്നോ നിങ്ങൾക്ക് വോളിയം കുറയ്ക്കാം. ഇപ്പോൾ ഞാൻ 60 to 120 റെപ്സ് പറഞ്ഞത് നിങ്ങൾ ഏറ്റവും ഹൈ ഇൻറ്റൻസിറ്റി നിങ്ങൾ ഹെവി വെയിറ്റ് എടുത്താണ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് മേജർ മസിൽ ഗ്രൂപ്പിന് 60 മതി. ഓക്കെ, നിങ്ങൾക്ക് ഐഡിയ കിട്ടി കാണുന്നുണ്ടോ? ഞാനീ പറയണത് നിങ്ങൾക്ക് അത്യാവശ്യമുള്ള കാര്യമാണെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒരു ബുക്ക് വാങ്ങിയിട്ട് നോട്ടിൽ ചെയ്ത് വെക്കുക. എന്നാലും നമുക്ക് ഡെവലപ്മെൻറ്റ് ഉണ്ടാവുള്ളൂ. ഇത് നമ്മൾ ഈ സ്കൂളിൽ പഠിക്കുന്ന പോലെയും നമ്മൾ വേറെ ജോബ് ചെയ്യണ പോലെയാണ്. നമുക്ക് കൊല്ലം കൂടുന്തോറും സ്കില്ല് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ നിങ്ങൾ സീരിയസ് ആയിട്ട് നോക്കിയേ പറ്റൂ. ഓക്കെ, അത് ശ്രദ്ധിച്ചോളാം. നമ്മൾക്ക് നമ്മുടെ അച്ചീവ്മെൻ്റ് എത്തണം, നമ്മുടെ മസിൽ എത്തണം, നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ ബോഡി എത്തണം, നമുക്കൊരു ഗോൾ വെച്ചിട്ട് അത് എത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും നോട്ട് ചെയ്തേ പറ്റൂ. നിങ്ങൾ ഇതിനായിട്ട് സെപ്പറേറ്റ് സമയം കണ്ടെത്തിയേ പറ്റൂ. മിക്കവർക്കും ജിമ്മിൽ വന്നു കഴിഞ്ഞാൽ അവരുടെ ജോലി കഴിഞ്ഞിട്ട് ജിമ്മിലെത്തുമ്പോഴാണ് ജിമ്മിനെ കുറിച്ചിട്ടൊരു മൈൻഡ് വരുന്നുള്ളൂ. ശരിയാണ്, ടെൻഷൻ കാര്യങ്ങളുണ്ടായിരിക്കാം. പക്ഷേ ഇവർ ജിമ്മിൽ വന്നിട്ട് നമ്മളോട് ചോദിക്കുന്ന സംശയങ്ങളൊക്കെ നമ്മൾ ഉത്തരം പറഞ്ഞിട്ട് 2-3 ആഴ്ച കഴിഞ്ഞാൽ ഈ സെയിം ചോദ്യം വീണ്ടും ചോദിക്കും. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറയണത് അവരതിൽ ശ്രദ്ധ കൊടുക്കണില്ല എന്നാണ്. ഞാനൊരു കുറ്റം പറയില്ല, അവരുടെ പ്രശ്നങ്ങൾ, സ്ട്രെസ്സും കാര്യങ്ങളും, ജോലിയുടെ വർക്ക് ലോഡ്, ഫാമിലി വർക്ക് ലോഡ്, ഫിനാൻഷ്യൽ പ്രോബ്ലങ്ങൾ, ക്രൈസിസ് ഒക്കെ ഉണ്ടായിരിക്കാം. എനിക്കുണ്ട്. പക്ഷേ എൻ്റെ ജോബ് ഇതാണ്, ഫുൾ ടൈം ജോബ് ഇതാണ്. ഞാൻ ഇതിന് മാക്സിമം എൻ്റെ വർക്കൗട്ടും ഞാൻ ഫോക്കസ് ചെയ്തിട്ടാണ് പോണത്. എനിക്കിതിൽ വരുമാനം മാത്രം നോക്കിയാൽ പോരാ, എൻ്റെ ബോഡിയും കൂടി ഡെവലപ്പ് ചെയ്യേണ്ടത് എൻ്റെ ഒരു കടമയാണ്. ജിം ഓണറാണെങ്കിലും ട്രെയിനറാണെങ്കിലും നമ്മളതിനെ കണ്ടിട്ടും നമ്മളതിനെ എന്താ പറയുക എക്സാമ്പിളായിട്ട് എടുക്കുന്ന കുറേ പിള്ളേരുണ്ട്, ഇൻസ്പയർ ചെയ്ത് വരുന്ന കുട്ടികളുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് കൂടിയിട്ടാണ് ഞാൻ വർക്കൗട്ടും കാര്യങ്ങളും ഇപ്പോഴും ഞാൻ കണ്ടിന്യൂ ചെയ്ത് പോകുന്നത്. എനിക്ക് വേണമെങ്കിൽ ഈ ജിമ്മ് നടത്തിയിട്ട് എനിക്ക് രണ്ടാമതൊരു ബിസിനസ് നോക്കാം, കാര്യങ്ങൾ ചെയ്യാം, ഫോക്കസ് എനിക്ക് അതിലോടൊക്കെ ഇതിലൊരു കുട്ടിയിൽ വെച്ചിട്ട് കാര്യങ്ങളൊക്കെ നോക്കാം. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു സ്ഥാപനം തുടങ്ങുമ്പോൾ അതിലൊരു എന്താ പറയുക ജോബ് മാത്രമല്ല, അതൊരു പാഷനും കൂടിയാണ് എൻ്റെ. അപ്പോൾ എനിക്ക് എൻ്റെ ബോഡിയും കൂടി മാറ്റിയെടുക്കണം. എന്നെ കണ്ട് വരുന്ന കുട്ടികളുണ്ടായിരിക്കാം, എൻ്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ എൻ്റെ രീതികൾ ഇഷ്ടപ്പെട്ട് എന്നെ ഫോളോ ചെയ്യണം വിചാരിച്ച കുട്ടികളുണ്ടായിരിക്കാം, ഇഷ്ടപ്പെടാത്തവരുണ്ടായിരിക്കാം.
കോപ്പി പിടിക്കുന്നവരുണ്ടായിരിക്കാം. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അതാണ്. ജിമ്മിലിപ്പോൾ എനിക്ക് ജിമ്മ് മാത്രം പോരാ, ഇത് എൻ്റെ ഒരു പാഷനും കൂടിയാണെന്നുള്ള ചിന്ത എനിക്ക് എപ്പോഴും മനസ്സിലുണ്ടായിരുന്നു. ഒരിക്കലും ജിമ്മ് തുടങ്ങണമെന്ന് വിചാരിച്ച് തുടങ്ങിയ ഒരാളല്ല ഞാൻ. എനിക്ക് എത്തിപ്പെട്ടു സമയം. അങ്ങനെയാണ് ജിമ്മ് സ്റ്റാർട്ട് ചെയ്തത്. വീണ്ടും ടോപ്പിക്ക് പോയി. അയ്യോ, ഓക്കെ, ഉറക്കത്തിൻ്റെ കാര്യം പറഞ്ഞു. ഇനി ടു മച്ച് ട്രെയിനിങ് വോളിയം പറഞ്ഞു നമ്മൾ. ടു ലിറ്റിൽ ട്രെയിനിങ് വോളിയം, അതെ, കുറവായാലും ഈ പ്രശ്നങ്ങൾ വരാം. സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്യുന്ന ആൾക്കാർ ഇവിടെ ഞാൻ ബൾക്കിങ് സമയത്താണ് ഹെവി ലിഫ്റ്റൊക്കെ എടുക്കുന്നത്. ആ ഹെവി ലിഫ്റ്റ് എടുക്കുമ്പോൾ ഞാൻ മുന്നത്തെ എൻ്റെ മണ്ടത്തരങ്ങളായിട്ട് പറയുന്നത്, ഞാൻ ഡെഡ് ലിഫ്റ്റൊക്കെ എടുക്കുമ്പോൾ ഒരെണ്ണം എടുക്കും മതി എന്ന് പറയും. എൻ്റെ മാക്സിമം വെയിറ്റ് നോക്കിയിരുന്നു. അപ്പോൾ ഞാൻ ചിന്തിക്കുന്നില്ല, ഞാനൊരു വെയിറ്റ് ലിഫ്റ്റർ അല്ല, ഞാനൊരു ബോഡി ബിൽഡറാണ്, മസിലാണ് എനിക്ക് ഡെവലപ്പ് ചെയ്യേണ്ടതെന്നുള്ളൊരു ചിന്ത എനിക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് എൻ്റെ ഒരു വലിയൊരു തെറ്റായിട്ട് എനിക്ക് തോന്നി. വലിയ അച്ചീവ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാഗ്രാമിലിടും. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല എന്ന് എനിക്ക് ഇപ്പോഴാണ് തോന്നുന്നത്. നമുക്ക് ഓരോ കൊല്ലം കൂടുന്തോറാണ് നമ്മുടെ അറിവുകൾ വർദ്ധിക്കുക. അത് നമ്മളായിട്ട് വിചാരിച്ചാൽ തന്നെയാണ് അറിവ് കൂടുള്ളൂ. അതിപ്പോഴും ചിന്തിച്ചോളാം. നമ്മൾ വെയിറ്റ് ലിഫ്റ്റേഴ്സ് അല്ല, ബോഡി ബിൽഡേഴ്സാണ്, മസിൽ ബിൽഡേഴ്സാണ്. നമുക്ക് മസിലാണ് വേണ്ടത്, സ്ട്രെങ്ത് അല്ല. രണ്ടും വ്യത്യാസമുണ്ട്. സ്ട്രെങ്ത് ഓൾറെഡി നമുക്ക് ബെഞ്ച് പ്രസ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ നമുക്ക് ആവശ്യത്തിനുള്ള റെപ്പിറ്റേഷൻ അടിച്ചാലേ ആ ഡെവലപ്മെൻറ്റ് ഉണ്ടാവുള്ളൂ. രണ്ട് വ്യത്യാസമുണ്ട്. വെയിറ്റ് ലിഫ്റ്റിങ്ങും മസിൽ ബിൽഡിങ്ങും തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട്. ഓക്കെ, ടു മച്ച് എക്സസൈസ് വെറൈറ്റി. അതെ, ഇപ്പോൾ വേറൊരു പ്രശ്നമാണ് ട്രഡീഷണൽ വർക്കൗട്ടൊക്കെ മാറ്റിയിട്ട് പുതിയ രീതിയിലുള്ള വർക്കൗട്ടുകൾ ചെയ്യിപ്പിക്കണത്. ഇവിടെ അങ്ങനെ കുറച്ചെണ്ണം ഉണ്ടായിരുന്നു. ഞാൻ പറയാനൊന്നും പോയില്ല, കാരണം പറഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് നമ്മളോട് വെറുപ്പായിരിക്കും. അപ്പോൾ ഞാൻ ആദ്യം ഇങ്ങനെ ഒന്ന് പറയും, ഇതൊക്കെ ആവശ്യമുണ്ടോ. നമുക്ക് അറിയണ കുട്ടികൾ, നമ്മുടെ അടുത്ത് അറിയണ കുട്ടികളൊക്കെയാണെങ്കിൽ ഞാൻ പറയും, ഇതിൻ്റെ ആവശ്യമില്ല മോനെ, നമുക്ക് നമ്മുടെ ഓൾഡ് സ്കൂൾ വർക്കൗട്ട് റൂട്ടീൻ മാത്രം മതി. പുതിയ രീതിയിലുള്ള വർക്കൗട്ട് റൂട്ടിലൊന്നും റീൽസ് കണ്ടിട്ട് നിങ്ങൾ ചെയ്തിട്ട് വെറുതെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്, ഓരോ ഇഞ്ചുറീസ് വരുത്തരുത്. അപ്പോൾ അതൊക്കെ ചിലർ കേൾക്കും, ചിലർ കേൾക്കില്ല, ചിലർക്ക് ഇഷ്ടാവില്ല. അത് വലിയ ആൾ പറഞ്ഞിട്ട് ഒരാറൊക്കെ ഉണ്ട്. ഓരോരുത്തരും ഇഷ്ടമാണ്, ഞാൻ പറഞ്ഞു എന്നുള്ളൂ. ഒരിക്കലും എന്താ പറയുക, ടെക്നിക്സ് വേറെ രീതിയിൽ എടുത്തിട്ട് ചെയ്യുമ്പോഴൊക്കെ നമ്മുടെ ആംഗിളിൽ ഇഷ്യൂ വരാൻ വളരെ സാധ്യതയുണ്ട്. അപ്പോൾ അത് എപ്പോഴും ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഓൾഡ് സ്കൂൾ വർക്കൗട്ട് റൂട്ടിലാണ് എൻ്റെ വിവരത്തിൽ എപ്പോഴും ബെറ്റർ. ടെക്നിക്സ് അല്ലെങ്കിൽ വെറൈറ്റികൾ മാറണത് ചെക്ക് ചെയ്ത് നോക്കിയിട്ട്, ലൈറ്റ് വെയിറ്റിൽ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഇഞ്ചുറീസ് വരുമില്ല എന്നുള്ളത് നമ്മളായിട്ടൊരു മനക്കടക്ക് നമുക്ക് വേണം. എന്നിട്ട് കണ്ടിന്യൂ ചെയ്യുക. ഓക്കെ, എൻ്റെ അഭിപ്രായത്തിൽ വേണ്ടെന്നാണ്. ഞാൻ ഒന്നും പുതിയ ടെക്നിക്സ് ഒന്നും യൂസ് ചെയ്യാറില്ല. യൂസ് ചെയ്യും തോറും എനിക്ക് കിട്ടണം, നമുക്ക് നല്ല എഫക്റ്റീവായിട്ട് തോന്നുന്നതും ബെനിഫിറ്റുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ എടുക്കാറുള്ളൂ. ഇതുവരെ അങ്ങനെയൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല ഞാൻ ശ്രദ്ധിച്ചാൽ. ഇനിയിപ്പോൾ ചില മെഷീനറൊന്നും എൻ്റെ ജിമ്മിൽ ഫുൾ മെഷീനറി ഇല്ല കേട്ടോ, ചില മെഷീനറൊന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പുതിയ വർക്കൗട്ട് രീതികളും ഒന്നും ഇപ്പോൾ ഓൾഡ് സ്കൂൾ തന്നെയൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല ചിലതൊന്നും നമ്മുടെ കയ്യിൽ അത്ര മെഷീൻ ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ അതെപ്പോഴും ശ്രദ്ധിക്കുക. വെറൈറ്റികൾ കൊണ്ടുവരാണ്ട് ഒരു വർക്കൗട്ട് പ്ലാനിൽ 6 to 8 വീക്ക് വർക്കൗട്ട് പ്ലാൻ കണ്ടിന്യൂ ചെയ്ത് പോവുക. എന്നിട്ട് മാറ്റം വരുത്തുക. നിങ്ങൾക്ക് എവിടെയാണ് വീക്ക് ഉള്ളത്, ഏത് മസിലാണ് വീക്ക് ഉള്ളത്, ഏത് മസിൽ വർക്കൗട്ട് ചെയ്യുമ്പോഴാണ്, ഏത് എക്സസൈസാണ് കിട്ടാത്തത്, അത് മാറ്റം വരുത്തുക. അതിനൊരു ചേഞ്ച് കൊണ്ടുവരിക. എപ്പോഴും ലെഗിനും കാഫിനും ആപ്സിനും ഒക്കെ വർക്കൗട്ട് ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക പ്ലാനിൽ. അതൊക്കെ ശ്രദ്ധിച്ചോളാം. കോമ്പൗണ്ട് എക്സസൈസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക, രണ്ടാമത് ഐസൊലേറ്റിന് കൊടുക്കുക എപ്പോഴും. അത് ബൾക്കിംഗ് ആയിക്കോട്ടെ, കട്ടിങ് ആയിക്കോട്ടെ, ഷേപ്പിംഗ് ആയിക്കോട്ടെ, ഫാറ്റ് ബേണിംഗ് ആയിക്കോട്ടെ, മെയിൻ്റനൻസ് ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, നിങ്ങൾ എടുക്കുന്ന ഇത് നല്ല രീതിയിൽ നിങ്ങൾ ടെക്നിക്സ് ഫോം യൂസ് ചെയ്യാണ്ട് ആ ഒരു ഫ്രീക്വൻസിയിലേക്ക് എത്തുന്നില്ല. അതും ഇതിൻ്റെ ഒരു ഘടകമാണ്. ഇപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഫുൾ റേഞ്ച് ഓഫ് മോഷനാണ് എപ്പോഴും നല്ല വർക്കൗട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ പുതിയ റിസർച്ച് ഇപ്പോൾ പറയുന്നു, നമ്മളിപ്പോൾ ഹാഫ് റേഞ്ച് ഓഫ് മോഷൻ ചെയ്താലും നമുക്ക് മസിൽ ബിൽഡിങ്ങിന് ബെനിഫിറ്റ് ആണെന്ന് പുതിയ റിസർച്ചിൽ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ചെയ്യണതിൽ തെറ്റില്ല എന്നുള്ള അഭിപ്രായമുണ്ട്. നമ്മളിപ്പോൾ 7s 21s എന്ന് പറയില്ലേ നമ്മൾ, 1 2 3 4 5 6 7 1 2 3 ഇത് കാണണം, ഫുള്ള് കാണണം. ആ സംഭവം ചെയ്യണതിലും നമുക്ക് നല്ല പമ്പിങ് കിട്ടിയിട്ടുണ്ട്. ചെയ്തവരുണ്ടാവും, മിക്കവരും ചെയ്തിട്ടുണ്ടായിരിക്കും. ഞാനിപ്പോൾ കുറേ നാളായിട്ട് ഇവിടെ കൊടുത്തിട്ടൊന്നുമില്ല അത്. പിന്നെ സീറ്റഡ് ബാർബിൾക്കുകളൊക്കെ ചെയ്യണവരുണ്ട്. ഒക്കെ ബെനിഫിറ്റാണ്, പമ്പിങ് നമുക്ക് കിട്ടുന്നുണ്ട്. നമുക്കത് മൊത്തത്തിൽ ഒഴിവാക്കാൻ പറ്റില്ല. എന്നാലും ഫുൾ റേഞ്ച് ഓഫ് മോഷനാണ് ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എപ്പോഴും. അത് എന്താ ചെയ്യുക. ഓക്കെ, പിന്നെ ടു മച്ച് സ്ലീപ്പ്, ഓവറായിട്ട് ഉറക്കം കൂടിയാലും ഈ പ്രശ്നങ്ങൾ വരും. ആവശ്യത്തിന് ന്യൂട്രീഷൻ എത്താത്ത പ്രശ്നം, സമയത്തിന് ഭക്ഷണം കഴിക്കുന്നില്ല, ട്രെയിനിങ് നടക്കുന്നില്ല, വാട്ടർ ഇൻടേക്ക് നോക്കുന്നില്ല, അതൊക്കെ പ്രശ്നം വരും. പിന്നെ വെള്ളത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ലല്ലോ. മിനിമം നമുക്ക് 3 ലിറ്ററെങ്കിലും വെള്ളം കുടിക്കണം. 20 കിലോനോ 1 ലിറ്റർ വെച്ച് വെള്ളം നോക്കണവരുണ്ട്. പക്ഷേ 3 ലിറ്ററെങ്കിലും എത്തിക്കാൻ ശ്രമിക്കുക.
നമുക്ക് ഓവറായിട്ട് വെള്ള കളർ പാടില്ല, ഒരു പെയിൽ യെല്ലോ കളറൊക്കെയാണ് നല്ലത്. അത് എപ്പോഴും ശ്രദ്ധിക്കുക. 8 മണിക്കൂർ ഉറക്കം, ന്യൂട്രീഷൻസ് കാര്യങ്ങളൊക്കെയാണ് മസിൽ ഗെയിൻസ് ഹെൽപ്പ് ചെയ്യാൻ സാധിക്കുന്ന സംഭവങ്ങൾ. ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് മസിൽ ഗെയിന് വേണ്ട കാര്യങ്ങൾ. ഞാൻ ഒന്നുകൂടി ഓർഡറിൽ പറഞ്ഞുതരാം. ആവശ്യത്തിന് പ്രോട്ടീൻ എത്തുന്നില്ല, കലോറി ആവശ്യത്തിന് എത്തുന്നില്ല, ഉറക്കം ആവശ്യത്തിന് എത്തുന്നില്ല, ട്രെയിനിങ് വോളിയം ഓവറായിട്ട് ചെയ്യുന്നു, ട്രെയിനിങ് വോളിയം കുറവായിട്ട് ചെയ്യുന്നതും കാരണമാകാം, വെറൈറ്റികൾ കൊണ്ടുവരുന്നത് ട്രെയിനിങ്ങിൽ, ആവശ്യത്തിന് എക്സസൈസ് ഫ്രീക്വൻസി എത്തുന്നില്ല, ഉറക്കം ഓവറായാലും ഈ പ്രശ്നങ്ങൾ വരും. ഓക്കെ, ഇതാണ് ഫസ്റ്റത്തെ ടോപ്പിക്ക്. രണ്ടാമത്തെ ടോപ്പിക്ക്, എങ്ങനെ നമുക്ക് മസിൽ മാസ് ഗെയിൻ ചെയ്യാം. ഈ സാധനം സെയിം തന്നെയാണ്, കാരണങ്ങൾ പറഞ്ഞു, ഇത് തിരിച്ചിട്ട് കഴിഞ്ഞാൽ ഈ ഗെയിനിങ്ങിൻ്റെ എത്തി. പക്ഷേ ബാക്കിയുള്ള കാര്യം ഇപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മസിൽ ഗെയിനിങ് ശ്രദ്ധിക്കാം. ഇനി ഇതിനൊക്കെ ഒരു റേഷ്യോ ഉണ്ട്. ഇത് ഞാൻ 2015 എഴുതി വെച്ചിട്ടുള്ളതാണ്, ദുബായിലുള്ള സമയത്തൊക്കെ എഴുതി വെച്ചതാണ്. ഭക്ഷണത്തിൽ നന്നായി ഭക്ഷണം കഴിക്കണം, ഓവറായിട്ട് കഴിക്കുക, നന്നായി കഴിക്കുക. കഴിക്കുന്ന ഭക്ഷണത്തിൽ വറുത്തത്, പൊരിച്ചത്, ബേക്കറി, ഷുഗർ, ബീവറേജസ് ഒഴിവാക്കാൻ ശ്രമിക്കുക. കഴിക്കുന്ന ഭക്ഷണം എപ്പോഴും വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കുക. ഹോൾ ഫുഡ് കഴിക്കാൻ ശ്രമിക്കുക. എണ്ണയിൽ പൊരിച്ചതും വറുത്തതൊക്കെ ഒഴിവാക്കുക. പിന്നെ എണ്ണക്കടികൾ ഒഴിവാക്കാൻ പറഞ്ഞല്ലോ. കഴിക്കുന്ന ഭക്ഷണം എപ്പോഴും നല്ല ക്വാളിറ്റിയുള്ള ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുക. ന്യൂട്രീഷൻ ഡെൻസ് ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കാൻ ശ്രമിക്കുക. ഇതിൽ 30% പ്രോട്ടീനും 50% കാർബും 20% ഫാറ്റാണ് ഞാൻ അതിൽ എഴുതിയിട്ടുള്ളത്. സ്ലൈറ്റ്ലി കലോറി സർപ്ലസ്, നമ്മൾ നേരത്തെ പറഞ്ഞ നമുക്ക് വേണ്ട കലോറിക്കാട്ടും 300 കലോറി കൂടുതൽ കഴിക്കാൻ ശ്രമിക്കുക. ആഡ് ഹെൽത്തി ഫാറ്റ്സ്. ഹെൽത്തി ഫാറ്റ് എന്തൊക്കെയാണ്? നോർമൽ, അവക്കാഡോ, മുട്ടയുടെ ഉണ്ണി, നട്ട്സ്, പിന്നെ നോർമൽ, അതൊക്കെയാണ് വരുന്നത് ഹെൽത്തി ഫാറ്റ്. ഈറ്റ് മോർ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്. യെസ്. ലിഫ്റ്റ് ഹെവി, വെയിറ്റ് കൂടുതൽ എടുക്കുക, അതിനെ കുറിച്ചിട്ട് നമ്മൾ പറഞ്ഞതാണ്. കോമ്പൗണ്ട് എക്സസൈസ് ഫോക്കസ് ചെയ്യാൻ നമ്മൾ പറഞ്ഞു. എക്സസൈസ് പെർ വർക്കൗട്ട്, നമുക്ക് 5 to 8 എക്സസൈസ് പെർ വർക്കൗട്ട് കൊടുക്കുക. ഒരു ദിവസം ഇത്ര വർക്കൗട്ട് രീതികൾ സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക. മിനിമം 3 to സെറ്റിന് കണക്കില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ നമ്മളിവിടെ ഒരു കണക്ക് കൊടുക്കുന്നുണ്ട്, അത് റെപ്പ് റേഞ്ച് നോക്കിയിട്ടാണ്. ചിലർ 5 സെറ്റൊക്കെ അടിക്കണവരുണ്ട്, ടൈമിനനുസരിച്ചിട്ടാണ്, ഓരോരുത്തരുടെ ടൈം ബേസിക്കലി നോക്കിയിട്ടൊക്കെയാണ് ഞാൻ കൊടുക്കാറുള്ളത്. ഇവിടെ 3 സെറ്റ്, 2 സെറ്റ്, മാക്സിമം 5 സെറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ FST7 മാത്രം 7 സെറ്റ് വരുന്നത്, ലാസ്റ്റ് വർക്കൗട്ട് മാത്രം. ലൈറ്റ് ടു ഹെവി ആണ് ഞാൻ കൊടുക്കാറുള്ളത്. അതിൽ തന്നെ ഡ്രോപ്പ് സെറ്റ് വരുമ്പോൾ നമ്മളിത് കാൽക്കുലേറ്റ് ചെയ്യാറില്ല കേട്ടോ, ഞാൻ പറയാൻ പറഞ്ഞു. ഡ്രോപ്പ് സെറ്റ്, അതുപോലെ നെഗറ്റീവ് അല്ല, റസ്റ്റ് ബോസ്, പിരമിഡ് സെറ്റ്, ഇതൊക്കെ കൊടുക്കുമ്പോഴും നമ്മൾ ഈ പറഞ്ഞ ടോട്ടൽ വോളിയം ഫസ്റ്റ് സെറ്റ് മാത്രം നോക്കണം. ഏതാ ഹെവി വരുന്നത് അത് മാത്രമേ ഞാൻ പരിഗണിക്കാറുള്ളൂ. സ്ലോ ആൻഡ് ഫാസ്റ്റ് റപ്പ് വ്യത്യാസ രീതികൾ, അത് നമ്മൾ ട്രൈ ചെയ്ത് നോക്കുക. സ്ലോ റപ്പ് ഫാസ്റ്റ് റപ്പും ട്രൈ ചെയ്ത് നോക്കുക. ഏതിലാണ് നിങ്ങൾക്ക് നല്ല പമ്പിങ് കിട്ടുക? പമ്പിങ് കൂടുതൽ കിട്ടുന്നത് രണ്ടിലും കിട്ടും, അത് രീതി അനുസരിച്ചിട്ടാണ്. ഓക്കെ, മൊമെൻ്റ് യൂസ് ചെയ്യാണ്ടിരിക്കുക, വലിച്ച് വരെ അടിക്കാണ്ട് ഫോക്കസ് ചെയ്ത് നമ്മൾ സ്പീഡ് ആണെങ്കിലും സ്ലോ ആണെങ്കിലും കറക്റ്റ് റേഞ്ച് ഓഫ് മോഷൻ അടിക്കാൻ ശ്രമിക്കുക. 1 സെറ്റ് ഫെയിലിയർ, അതാണ് ഞാൻ ഈ ഡ്രോപ്പ് സെറ്റ്, അതുപോലെ റസ്റ്റ് ബോസ് ഒക്കെ കൊടുക്കുന്നത് ആ രീതിയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. റിക്കവറി, 8 മണിക്കൂർ ഉറക്കം, 3 ലിറ്ററിന് മേലെ വെള്ളം കുടിക്കൽ, 1 to 2 ഡേ റെസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. റെസ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഉറങ്ങുമ്പോൾ റെസ്റ്റ് എടുക്കുമ്പോഴാണ് ഈ മസിൽ ഗ്രോത്ത് ഉണ്ടാവുന്നത്. നമ്മൾ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ പണി കൊടുക്കുകയാണ്, നമ്മുടെ മസിൽസിന് പണി കൊടുക്കുകയാണ്, ഇഞ്ചുറി വരുത്താണ്, ഉള്ളിലെ ഫൈബേഴ്സിന് ഇഞ്ചുറി വരുത്താണ്. അപ്പോൾ റെസ്റ്റ് സമയത്താണ് ഈ റിക്കവറി ഒക്കെ നടക്കാൻ, നമ്മുടെ ന്യൂട്രീഷൻ കഴിക്കണതിനനുസരിച്ച്. ഓക്കെ, ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിന്നെ റെസ്റ്റ് ഡയൽ മസാജ് ചെയ്യാം. ഞങ്ങൾ സെൽഫ് മസാജ് ചെയ്യാറുണ്ട്. എവിടെ ഒരു റോളറുണ്ട്, പിന്നെ ടെന്നീസ് ബോൾ, കുഞ്ഞിത് ടേബിൾ ടെന്നീസ് ബോളും വെച്ചിട്ട് റോൾ ചെയ്യും. റെസ്റ്റ് ഡേ സമയത്താണ് മെയിനായിട്ട് ചെയ്യുക. നമ്മുടെ പിള്ളേരെ കൊണ്ടൊക്കെ അതിൻ്റെ മുകളിൽ കൊണ്ട് ഉരുട്ടി ഒട്ടപ്പിക്കും. ഓവറായിട്ട് ചെയ്യിപ്പിക്കില്ല, നമുക്ക് കുഴപ്പമില്ലാത്ത രീതിയിലുള്ള പെയിൻ രീതിയിൽ ചെയ്യിപ്പിക്കുള്ളൂ. പിന്നെ വർക്കൗട്ട് കഴിഞ്ഞാൽ സ്റ്റാറ്റിക് സ്ട്രെച്ച് ചെയ്യും. ഇപ്പോഴത്തെ റിസർച്ച് പറയുന്നുണ്ട് സ്ട്രെച്ച് ചെയ്തിട്ട് വലിയ ഉപകാരമൊന്നുമില്ലെന്ന്. എനിക്കറിയില്ല, ഞാനത് കൂടുതൽ സ്റ്റഡി ചെയ്തിട്ടില്ല. ഞാൻ എൻ്റെ വിശ്വാസത്തിൽ ലെഗിന് ഞാൻ എപ്പോഴും സ്റ്റാറ്റിക് സ്ട്രെച്ച് നമ്മുടെ പിള്ളേർക്ക് എപ്പോഴും കൊടുക്കാറുണ്ട്. ബാക്കിയുള്ള സ്ട്രെച്ച് ഇതുപോലെ പെയിൻ ഓവറായിട്ട് വരുമ്പോൾ മാത്രം അവർക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട്. വർക്കൗട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യുക, ബേസിക് ഫേസിൽ അതൊക്കെ ചെയ്യാറുള്ളത് ഞാൻ. ഓക്കെ, ഇനി അപ്പോൾ നമ്മുടെ മസിൽ മാസ് എങ്ങനെ കൂട്ടാം, എന്തുകൊണ്ടാണ് മസിൽ ഗെയിൻ ചെയ്യാത്തത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. സമയം എത്ര? 20 മിനിറ്റ് ആയി. അപ്പോൾ നമ്മളിപ്പോൾ മസിൽ എന്തുകൊണ്ട് ഗെയിൻ ചെയ്യുന്നില്ല, മസിൽ മാസ് എങ്ങനെ കൂട്ടാം എന്ന് പറഞ്ഞു. മസിൽ മാസ് കലോറി സർപ്ലസ് അത്ര ആലോചിച്ചാൽ മതി. പിന്നെ ഗൈനോകോമസ്റ്റിയെ കുറിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞിട്ട് മുന്നേ എപ്പോഴും കമൻറ്റ് ഇട്ടതാണ്, ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിച്ചത്, സോറി കേട്ടോ. ഗൈനോകോമസ്റ്റിയനെ കുറിച്ചിട്ട് ഡോക്ടേഴ്സാണ് പറയേണ്ടത്, നമ്മളല്ല അത് പറയാനുള്ളത്. ഓക്കെ, എന്നാലും ചോദിച്ചുകൊണ്ട് ഞാൻ പറയുകയാണ്, കലോറി ഡെഫിസിറ്റിൽ പോവുക, മാക്സിമം കലോറി ഡെയിലി ഔട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഞാനിവിടെ ഒരു കുട്ടിക്ക് അങ്ങനെ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ റിസൾട്ട് ഇതുവരെ അവൻ പറഞ്ഞിട്ടില്ല. 1 month ആവണുള്ള കുട്ടി, മോർണിംഗാണ് വരുന്നത്. അപ്പോൾ അവൻ അങ്ങനെ ഒരു ടെൻഷൻ പറഞ്ഞു,
അപ്പോൾ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞതും ഓപ്പറേഷൻ ചെയ്യാൻ തന്നെയാണ്. ശരിയാണ്, ഗൈനക്കോമസ്റ്റി വന്നു കഴിഞ്ഞാൽ വേറെ ഓപ്ഷൻ ഇല്ല എന്ന് പറയുന്നുണ്ട്. എന്നാലും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കലോറി ഡെഫിസിറ്റിൽ പോവുക, വർക്കൗട്ട് കഴിഞ്ഞാൽ കാർഡിയോ നന്നായിട്ട് ചെയ്യാൻ ശ്രമിക്കുക, ആഴ്ചയിൽ 2 ദിവസമെങ്കിലും HIIT ചെയ്യാൻ ശ്രമിക്കുക, നല്ല കിതപ്പ് വരുന്ന രീതിയിലുള്ള ബോഡി വെയ്റ്റ് എക്സസൈസുകൾ നോക്കുക. എക്സാമ്പിൾ ബർപ്പീസ്, ജമ്പിങ് ജാക്സ്, ജമ്പിങ് ടീ, മൗണ്ടൻ ക്ലൈംബർ, കെറ്റിൽ ബെൽ സ്വിങ്, സ്കിപ്പിങ്, സൈഡ് കിക്ക്, സ്റ്റെപ്പർ, ഹൈനി, ഇത്രയ്ക്ക് ഓർമ്മയുള്ളൂ. ഇതൊക്കെ ഒന്ന് ചെയ്യാൻ ശ്രമിക്കുക. ഇൻ്റർവെൽ ടൈം എന്ന് പറഞ്ഞിട്ട് ഒരു ആപ്പ് നമ്മുടെ പ്ലേ സ്റ്റോറിൽ കിട്ടും, ആപ്പ് സ്റ്റോറിൽ കിട്ടും, ഇൻ്റർവെൽ ടൈമർ. അത് വെച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വർക്കൗട്ടിൻ്റെ എണ്ണം സെറ്റ് ചെയ്ത് ടൈം സെറ്റ് ചെയ്യുക, റെസ്റ്റ് പീരീഡ് സെറ്റ് ചെയ്യുക. നിങ്ങൾക്ക് റെസ്റ്റ് പീരീഡ് എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം, ടൈം നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം. നിങ്ങൾ ബിഗിനേഴ്സാണ് ആദ്യമായിട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾ ചെറിയ ടൈം വർക്കും വലിയ റെസ്റ്റും കൊടുത്തിട്ട് ചെയ്യുക, പിന്നെ മെല്ലെ മെല്ലെ വ്യത്യാസം വരുത്തിയിട്ട് വരിക. ഓക്കെ, പിന്നെ പിന്നെ വരുന്നത് പെറ്റ്സ് യൂസ് ചെയ്യണവർക്കൊക്കെ ഗൈനക്കോമസ്റ്റി വരുന്നുണ്ട്. ഓവർ യൂസ് അല്ലെങ്കിൽ മിസ്യൂസ് ചെയ്യുക എന്നൊക്കെ പറയുക. അതിനെ ഓവറായിട്ട് ഡോസേജ് എടുക്കുന്നവർക്കും ഈ ഒരു സംഭവം വരുന്നുണ്ട്. അത് മുന്നേ തന്നെ കണ്ടറിഞ്ഞിട്ട് അതിനുള്ള കാര്യങ്ങൾ നടത്തിയാലും വലിയ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. അതിനൊക്കെ AI എന്ന് പറയുക. അതിനെ AI യൂസ് ചെയ്യുക. ഈ ഫീൽഡിലുള്ളവർക്ക് അറിയാൻ പറ്റുക എന്താണെന്നുള്ളത്. അതിൻ്റെ ഫുൾ നെയിം ഞാനും മറന്നുപോയി. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ടോപ്പിക്സ് വരുന്നത്. അപ്പോൾ അടുത്ത ടോപ്പിക്ക് ഇനിയും നമുക്ക് വന്നിട്ടുണ്ട്. കുറേ മെസ്സേജസും കമൻറ്റിലൊക്കെ വന്നിട്ടുണ്ട്. ഞാനിത് അടുത്ത വീഡിയോയിലായിട്ട് ഇടുന്നതായിരിക്കും. കാരണം വീഡിയോ വലുതാവും, ബോറടിക്കും നിങ്ങൾക്ക്. തന്നെ കുറച്ച് വലിച്ചു നീട്ടി അവിടേക്കൊക്കെ എത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരേക്കും ബൈ.